ഹലോ, അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് ഡേ ഓഫ് ചെന്നൈ വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ അങ്ങോട്ട് തുടങ്ങി. സംഗീത റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു പൊടി ദോശ കഴിച്ചു. ദോശ ഫാൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഈ ഒരു സ്പോട്ട് റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലെത്തിയിട്ടോ. പോണ്ടി ബസാറിലോട്ടാണ് പോകുന്നത്. ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. അങ്ങനെ ചെന്നൈ സ്പെഷ്യൽസ് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടെ കിട്ടുന്നതൊക്കെ തന്നെ അവിടെയും. എന്തായാലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് യൂട്യൂബിലും റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കാമാച്ചി മെസ്സിൽ കയറി കേട്ടോ. അവിടെ നല്ലൊരു മീൽസ് ഞാൻ പറഞ്ഞു. ഞാൻ ഫുഡ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആളാട്ടോ. ഞാൻ മാത്രമല്ല, സുധിയേട്ടൻ. എൻ്റെ ആസ്വാദനാണെങ്കിൽ എൻ്റെ മുഖത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വീഡിയോ എടുക്കാൻ സുധിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ ആ എക്സ്പ്രഷൻ കാണാൻ. അങ്ങനെ അവിടുത്തെ നല്ലൊരു മീൽസും കഴിച്ച് ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിൽ പോയി. ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകമാണ് അല്ലേ. കണ്ടിട്ട് കാർ മ്യൂസിയം പോലെ തോന്നുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് പണ്ടത്തെ സിനിമകളിൽ ആര് യൂസ് ചെയ്തു, ഏത് സിനിമയിൽ യൂസ് ചെയ്തു എന്നൊക്കെ ഓരോ കാറിൻ്റെ സൈഡിലായിട്ട് അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കമൽഹാസൻ സാറ് സിനിമയിൽ യൂസ് ചെയ്ത ബൈക്ക്, MGR ഉപയോഗിച്ചിരുന്ന കാറ്, അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ ആ മ്യൂസിയത്തിനകത്തുള്ളത്. സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പണ്ടത്തെ ഫിലിംസിലൊക്കെ യൂസ് ചെയ്തിരുന്ന മ്യൂസിക് സിസ്റ്റമാണ് കേട്ടോ അത്. ഇന്നൊക്കെ എന്ത് സിമ്പിളാണല്ലേ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ എന്നേക്കാളും കൂടുതൽ ആസ്വദിച്ചത് സുധിയേട്ടനാണ് കേട്ടോ. കാറും ബൈക്കും ഒക്കെ ആയി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈവനിങ് ഞങ്ങൾ ഒരു ടെമ്പിളിലെല്ലാം പോയി. അവിടെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കാളാൻ ചെന്നൈ സ്പെഷ്യൽ അത് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവാണ്. വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് യാത്ര. ചൂടൊക്കെ മാറ്റി നിർത്തിയ ചെന്നൈ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.